ശ്രീമതി CS ചന്ദ്രിക, ഇവിടെ സുഭാഷ് ബാബു സാർ സംസാരിച്ചപ്പോൾ പറഞ്ഞത് കേരളത്തിൻ്റെ മാറിയ ഒരു സാമൂഹിക ജീവിതാവസ്ഥയെക്കുറിച്ചാണ്. ഇപ്പോൾ കുടുംബത്തിനകത്തെ മാറ്റങ്ങൾ, സാങ്കേതിക വിദ്യ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ താങ്കളെപ്പോലുള്ള എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ കേരളത്തിൻ്റെ ഒരു ജീവിതക്രമത്തിൽ വന്ന മാറ്റവും തലമുറ മാറ്റവും ഒക്കെ കണ്ട് അതിന് സാക്ഷികളായി നിന്നിട്ടുള്ളവരാണ്. ഒരു കാലത്ത് എം മുകുന്ദനൊക്കെ എഴുതിയ നോവലുകളിലൂടെ യുവാക്കളെ ലഹരിയിലേക്ക് അടുപ്പിച്ചു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഒരു ഘട്ടത്തിൽ എം മുകുന്ദനെ പോലുള്ള എഴുത്തുകാർക്ക് പോലും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എഴുത്തുകാരുടെ സാമൂഹിക ഉത്തരവാദിത്വം എന്നത് ഈ കാലഘട്ടത്തിൽ പുനർനിർവചിക്കേണ്ടതായി ഉണ്ടോ? കാരണം എഴുത്തുകാർ, അതായത് ചെറുപ്പക്കാരെ സ്വാധീനിക്കാൻ പറ്റുന്ന, പുതുതലമുറയെ സ്വാധീനിക്കാൻ പറ്റുന്ന ഏതൊക്കെ മാർഗങ്ങളുണ്ടോ അതിലൂടെയൊക്കെ അവർക്ക് ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ നൽകുകയും ലഹരി വിമുക്തിക്ക് വേണ്ടി അവരെ ബോധവാന്മാരാക്കുകയും ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ. എഴുത്തുകാർ ആ സാമൂഹിക ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ കേരളത്തിൽ? തീർച്ചയായിട്ടും എഴുത്തുകാർക്ക് വലിയ റോളുള്ളൊരു സമയമാണ്, ഒരു കാലമാണ് ഇത്. എല്ലാ തരത്തിലും അതെ, എല്ലാ തരത്തിലുള്ള സാമൂഹിക രോഗങ്ങൾക്കെതിരെയും എഴുത്തുകാർ മുമ്പേ പറക്കുന്ന പക്ഷികളെപ്പോലെ അത് കാണാനും അതുപോലെ തന്നെ ജാഗ്രതപ്പെടുത്താനും പ്രത്യേകമായിട്ടുള്ളൊരു സർഗശേഷിയുള്ളവരാണെന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയാണല്ലോ അത്. എഴുത്തുകാരതുകൊണ്ടാണ് സമൂഹം ഇഷ്ടപ്പെടുന്നതും ആദരിക്കുന്നതും. തീർച്ചയായിട്ടും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ തീർച്ചയായിട്ടും എഴുത്തിലുണ്ടാവും. പക്ഷേ അതേസമയം തന്നെ എഴുത്തുകാരെ പോലെയുള്ള അവരുടെ ചിന്തകളിൽ തീർച്ചയായിട്ടും നാം ആഗ്രഹിക്കുന്നത് സ്നേഹവും സാഹോദര്യവും മാനവികതയും നീതിയും അത്തരത്തിലുള്ള ഒരുപാട് ഉയർന്ന മൂല്യങ്ങളാണ്. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, സങ്കീർണമായിട്ടുള്ള നിരവധി മാരകമായിട്ടുള്ള ഇത്തരം രോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ രോഗാതുരതയുണ്ട്. മാനസികമായിട്ടുള്ള ആരോഗ്യം എന്ന് പറയുന്നത് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൺസേൺ. ഒരു സമൂഹം ഒന്നാകെ തന്നെ മാനസിക ആരോഗ്യമില്ലാത്തവരായി മാറുന്നതിൻ്റെ ധാരാളം ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുടുംബങ്ങളിൽ അതുണ്ട്. കുടുംബങ്ങളിലെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ജനാധിപത്യം ഇല്ലായ്മ. അവിടെ കാണുന്ന അധികാരബന്ധങ്ങൾ, അച്ഛൻ അമ്മ എന്ന് പറയുന്ന വലിയ അധികാരവും അധികാരമില്ലായ്മയും, അതിനുള്ളിൽ നടക്കുന്ന സംഘർഷങ്ങൾ, ഇതെല്ലാം കുട്ടികൾ സാക്ഷികളാണ്. കുട്ടികൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, നമുക്കറിയാം കൂടുതൽ കുടുംബങ്ങളും ജനാധിപത്യരഹിതമാണ്. അതിനുള്ളിൽ സാക്ഷികളാകുന്ന കുട്ടികൾ അവരുടെ സന്തോഷങ്ങൾ അന്വേഷിച്ചു പോകുന്ന ഇടങ്ങൾ നിരവധിയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനമുണ്ടായിരുന്നു. കുട്ടികൾക്ക് ക്യാമ്പസുകളിലാണെങ്കിലും മറ്റ് മേഖലകളിലാണെങ്കിലും ഒക്കെ, നാട്ടിൻ പുറത്താണെങ്കിൽ വായനശാലകൾ, അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക വായനശാലകൾ, ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് സ്പോർട്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് അവർക്ക് സന്തോഷം തേടി പോകാൻ ചില സാമൂഹ്യ ഇടങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ സാമൂഹ്യ ഇടങ്ങൾ എന്ന് പറയുന്നത് അത്തരത്തിൽ നമുക്ക് ആരോഗ്യപരമായിട്ട് കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ സ്കൂളുകളിലാണെങ്കിലും നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളുകളിൽ രാഷ്ട്രീയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുണ്ടായിരുന്നു, റീഡിങ് ക്ലബ്ബുകളുണ്ടായിരുന്നു, അങ്ങനെ തുടങ്ങിയ സ്പോർട്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ തുടങ്ങി കുട്ടികൾക്ക് സന്തോഷം. ലഹരി എന്ന് പറയുന്നത് ഇതുപോലെ ഡ്രഗ്സ് കഴിച്ചിട്ട് മാത്രമല്ല കിട്ടുന്നത്, മറിച്ച് നമ്മുടെ ലഹരി എന്ന് പറയുന്നത് നമുക്ക് വായനയിലൂടെയും സാമൂഹ്യ ബന്ധങ്ങളിലൂടെയും നല്ല രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയും നല്ല സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയും, രാഷ്ട്രീയം തന്നെ ആവുന്നില്ല, അന്ന് കാലത്ത് പരിസ്ഥിതി ക്യാമ്പുകൾ, അതുപോലെ തന്നെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരുപാട് യൂത്ത് ക്ലബ്ബുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ പറയാറ് പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ളൊരു ഇടമില്ല എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ സംബന്ധിച്ചും ആൺകുട്ടികളെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള ഇടങ്ങൾ, ആരോഗ്യകരമായിട്ടുള്ള ഇടങ്ങൾ തീരെയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്നിട്ടുള്ള ഈ സെമസ്റ്റർ സിസ്റ്റം, കുട്ടികളുടെ മേലെ ഉണ്ടാകുന്ന അധികമായിട്ടുള്ള സമ്മർദ്ദം, അതുപോലെ തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ഇന്ന് ഇടപഴകാനുള്ള സമയവും സന്ദർഭങ്ങളും ഈ കരിക്കുലത്തിന് പുറത്ത്, അല്ലെങ്കിൽ അവരുടെ ഈ സിലബസിന് പുറത്ത് വളരെ കുറവാണ്. അത് ഉണ്ടാക്കുന്നൊരു വലിയ സംഘർഷം കുട്ടികൾക്കുമുണ്ട്, അധ്യാപകർക്കുമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച എൻ്റെ ഒരു സുഹൃത്ത്, അവർ സ്കൂളിലെ ടീച്ചറാണ്. അവർ പറയുന്നത് ആൺകുട്ടികളോട് സംസാരിക്കാൻ ഇപ്പം പേടിയാണ്. കാരണം
അവർ ഇതുപോലെ ലഹരി അവരുടെ തലച്ചോറ് എന്ന് പറയുന്നത് നോർമലല്ല, അവരുടെ ബോധം എന്ന് പറയുന്നത് നോർമൽ അവസ്ഥയിലല്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വയലൻ്റ് ആവുകയാണ്. അതെങ്ങനെയാണ് ഈ വയലൻസ് വരുന്നത്? വയലൻസ് പ്രത്യേകിച്ച് ആൺകുട്ടികളിലാണ് വയലൻസ് നമ്മൾ കാണുന്നതെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഈ വയലൻസ്? എങ്ങനെയാണ് ഇവരുടെ ഉള്ളിൽ ഇത്രയും അധികം അഗ്രഷൻ ഉണ്ടാകുന്നത്? അവർ കാണുന്ന മുതിർന്നവർ വളരെ അഗ്രസീവായിട്ടാണ് ഇന്ന് പെരുമാറുന്നത് എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഇപ്പം TV ചാനൽ ഇപ്പം ഇന്നത്തെ ചർച്ച വളരെ സമാധാനപരമായിട്ടാണ് നടക്കുന്നത്. മറിച്ച് ഇതൊരു രാഷ്ട്രീയ ചർച്ചയായിരുന്നെങ്കിൽ എന്തുമാത്രം ശബ്ദായമാനമാകുമായിരുന്നു ഈ ചർച്ച. കുറേ നമ്മുടെ കുടുംബത്തിൻ്റെ ഇടങ്ങളിൽ ശബ്ദം എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഭാഷ എങ്ങനെ ഉപയോഗിക്കണം, വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം, നമ്മുടെ ശരീരഭാഷ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നതിലൊക്കെ അതിയായ തരത്തിലുള്ള ഒരു ജനാധിപത്യവൽക്കരണവും അല്ലെങ്കിൽ ഒരു സാഹോദര്യവും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ അത് കുറേയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ നമുക്ക് മാതൃകകളായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ TV ചർച്ചകൾ കുറേ നാളായിട്ട് കാണാറില്ല. അതിൻ്റെ കാരണം ഇതാണ്, അതിഭയങ്കരമായിട്ടുള്ള ബഹളമാണ്. അതിനുള്ളിൽ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി നടക്കുന്നില്ല. ഈ പ്രശ്നം കുട്ടികളും നേരിടുന്നുണ്ട്. വീടുകളിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും പൊതുവിടങ്ങളിലാണെങ്കിലും മാധ്യമങ്ങളിലൂടെയാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണെങ്കിലും എന്താണ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് അവരിലേക്ക് എത്തുന്നത്, അവർ കാണുന്നത് എന്താണ്, അവർ എന്താ പറയുക സ്വാംശീകരിക്കുന്നത് എന്താണ് എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. അപ്പോൾ സാഹിത്യത്തിലൂടെ കുട്ടികൾ ഇപ്പോഴേ വായന എന്ന് പറയുന്നത് നമ്മൾ ശരിയാണ്, ചില പുസ്തകങ്ങൾ 1,00,000 കോപ്പികളൊക്കെ വിറ്റ് പോകുന്നുണ്ട്, പക്ഷേ എല്ലാ പുസ്തകങ്ങളും അല്ല അത്. അപ്പോൾ ഈ വായന എന്ന് പറയുന്നത് പോലും ആഴത്തിലുള്ള വായന എത്രമാത്രം സംഭവിക്കുന്നുണ്ട്, പത്രങ്ങൾ പോലും ഏത് തരത്തിലാണ് കുട്ടികളിലേക്ക് എത്തുന്നത്. അത് പറഞ്ഞതുപോലെ തന്നെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഒരു എക്സ്പോഷർ കുട്ടികൾക്ക് കിട്ടുമ്പോഴും അതിലവർക്ക് പലതരത്തിലുള്ള ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്? ഇൻഫോംഡ് ചോയ്സ് ആണോ, അതിനെക്കുറിച്ച് അവർക്ക് അറിഞ്ഞുകൊണ്ടാണോ അവരത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ള വലിയ എഡ്യൂക്കേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ അവെയർനെസ് എന്ന് പറയുന്നത് അതിൻ്റെ അഭാവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ആക്സസിബിളാണ്, എന്താ പറയുക, എല്ലാം പ്രാപ്യമാണ് ഇന്ന്. ഏത് തരം സാങ്കേതിക വിദ്യയും നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം പ്രാപ്യമാണ്. പക്ഷേ അതിൽ എങ്ങനെ ഏത് വിധം എന്നുള്ള തരത്തിലുള്ള ഒരു ഇൻഫോംഡ് ചോയ്സ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളത് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് പരിഹാരം എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് ഒരു പ്രധാന